ഇന്ന് രാവിലെ ഞാനൊരു നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ പരിപ്പ് കറിയാണിത്. അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചുവന്ന പരിപ്പ്, അതായത് മസൂർ ദാൽ എടുക്കാം. 1/2 കപ്പ് മസൂർ ദാലാണ് എടുക്കുന്നത്. ഇത് 240 ml കപ്പാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് ചേർക്കാം. ഇനി ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള, അതായത് ഗ്രീൻ കളറിലുള്ള ചെറുപയർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി 2 പരിപ്പും കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി മുഴുവൻ വെള്ളവും കളഞ്ഞതിന് ശേഷം ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പ്രഷർ കുക്കറിൽ അല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ വേവിച്ചാലും മതി. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. മസൂർ ദാലും ചെറുപയർ പരിപ്പൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പുകളാണ്. അപ്പോൾ 2 വിസിൽ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തോളും. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. 2 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം മൂടി തുറന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കുന്നതിലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നന്നായിട്ട് ഉടച്ചിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലോ ഇനി വേണമെങ്കിൽ നെയ്യോ ചേർക്കാവുന്നതാണ്. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പക്ഷെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് മുഴുവൻ പൊട്ടിത്തീരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഇന്ത്യൻ വെളുത്തുള്ളിയാണ്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാനിതിന് നീളമുള്ള പിടിയുള്ളത് കൊണ്ട് ഇതുപോലെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങണം. ആ സമയത്ത് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. അതുകൊണ്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വരെ കായം പൗഡറും കൂടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളും പരിപ്പും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഈ പ്രഷർ കുക്കറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് അല്പം തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ 1/2 കപ്പും ഇപ്പോൾ 1/2 കപ്പും മൊത്തം 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഒരല്പം കട്ടിയോടെയുള്ള പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പരിപ്പ് കറി ഇപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഗരം മസാലയുടെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പരിപ്പിൻ്റെ തീ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയി കഴിഞ്ഞു. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പത്തലിനും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്